கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. പാടുന്നതിന് മുമ്പ് കുറച്ച് ഡയലോഗുകൾ പറയും. പറയുന്ന മോസ്റ്റ് കാര്യങ്ങളും എൻ്റെ മിസ്സിങ്ങുകളാണ്, അതായത് ഉള്ളിലുള്ള ഓർമ്മകളാണ്. അത് ഓർമ്മകളും വിഷമങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ പാചകമായിട്ട് വരുന്നു. എൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കുന്നവരായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഒരു ബ്ലെസ്സിങ് ഒക്കെ കിട്ടി, അങ്ങനെയൊക്കെ വരുമ്പോ പെട്ടെന്ന് നമുക്ക് ഒന്നില്ലെങ്കിൽ നന്ദി പറയണം. ആദ്യമായിട്ടാണ് നന്ദി പറയുന്ന പാട്ടിൽ കൂടി, ഒരാളെ മിസ് ചെയ്ത അതിന്റെ വിഷമം പ്രകടിപ്പിക്കുന്ന പാട്ടിൽ കൂടി, എല്ലാം പാട്ടിൽ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല, കാരണം കൂടെ ആരും ഉണ്ടാവത്തില്ല. അപ്പൊ അവരും നമ്മുടെ അടുത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലാണ്. ശരിക്കും ഈ പ്രൊഫഷണൽ അങ്ങനെ ആവരുത്, പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണല്ലോ. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നമുക്ക് തോന്നും ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല, അതിനേക്കാളും വലിയ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്. ആസ് എ സർവീസ് നഴ്സിംഗ് കുറച്ച് ഹെൽപ്ഫുൾ ആണ്. എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരാണി ജന്മം. നാട്ടിൽ നിന്ന് പോയപ്പോ ഫാമിലി അല്ലാതെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ്? ഞാൻ കൊയറാണ് മിസ് ചെയ്തത്. ഞാൻ ഈവൻ സ്വപ്നം വരെ കാണുമായിരുന്നു എന്ത് നാട്ടിൽ വന്നിട്ട് പള്ളിയിൽ പാട്ട് പാടുന്ന. എന്നിട്ട് ഇപ്രാവശ്യം വന്നപ്പോ പാടിയായിരുന്നു? ഇല്ല, ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അടിപൊളി അതിഥി വന്നിരിപ്പുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗായിക കൂടിയാണ്, നഴ്സാണ്. എന്തായാലും സെനീറ്റ ജോയ്സൺ, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. എങ്ങനെയുണ്ട് നാട്ടിൽ വന്നിട്ട്? എങ്ങനെയുണ്ട് ഇവിടെ? നാട്ടിൽ വന്നിട്ട് ചൂടുണ്ട്. നല്ല ചൂടുണ്ട് അല്ലേ? കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നാട്ടിലുണ്ടായിരുന്ന എപ്പോഴും ഇതുപോലെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? നാട്ടില് ഞാൻ മെയിനായിട്ട് പള്ളിക്കൊയറിലാണ് പാടാറ്. പിന്നെ പഠിക്കുന്ന ടൈമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. പഠിത്തത്തിൽ മാത്രമായിരുന്നില്ല, സ്കൂൾ വരെ പഠിത്തത്തിൽ മാത്രമായിരുന്നു. കോളേജ് ആയപ്പോൾ പിന്നെ കോളേജിലെ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇതിനു വേണ്ടി ഒരു ടൈം കണ്ടെത്താൻ പറ്റിയല്ലേ? ഇതിനു വേണ്ടി ടൈം കിട്ടിയതാണ്. ആക്ച്വലി ബിസിയാണ്, ഡ്യൂട്ടി ഒക്കെ ആയിട്ട് ബിസിയാണ്. അപ്പൊ അതിന്റെ സമയത്ത് നമ്മൾ ഫാമിലിനെ വിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു ഡൈവേഴ്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മള് ഡൈവേഴ്ഷൻ വേണമല്ലോ, അപ്പൊ നമ്മള് സമയം കണ്ടുപിടിക്കും എങ്ങനെയല്ലൊക്കെ. പാടുന്നതിനെക്കാട്ടിയും പാടുന്നതിന് മുമ്പ് കുറച്ച് ഡയലോഗുകൾ പറയും. എഴുതുമായിരുന്നു പണ്ട്? ഇല്ല, ഞാൻ എഴുതുമായിരുന്നില്ല. പക്ഷെ എവിടുന്നാണ് ഈ ഭാവനയെന്ന് ഇത്രയും വാക്കുകൾ കിട്ടുന്നത്? പിന്നെ എങ്ങനെയാണ് ഇത് ഭാവനയല്ല ശരിക്കും. അതായത് എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ പറയുന്ന മോസ്റ്റ് കാര്യങ്ങളും എൻ്റെ മിസ്സിങ്ങുകളാണ്. അതായത് വീട്ടിൽ ഞാൻ മിസ് ചെയ്യുന്ന, അങ്ങനെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു മിസ്സിങ്ങുകളാണ് എൻ്റെ വീഡിയോസിൽ വരുന്നത്. അപ്പോ ഉള്ളിലുള്ള ഓർമ്മകളാണ്, അത് ഓർമ്മകളും വിഷമങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ പാചകമായിട്ട് വരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് അങ്ങനെ തുടങ്ങാം. എനിക്ക് കൂടുതലും പള്ളിയിൽ ഇങ്ങനെ കുർബാനയ്ക്ക് പാടുന്ന പാട്ടുകളൊക്കെ എനിക്ക് കൂടുതൽ അറിയാം. ഞാൻ ഒരു ചൂസ് ചെയ്യട്ടെ. ആ ഇസ്രായേൽ നാഥിന്റെ അന്ന് പാടി ഹിറ്റാക്കിയൊരു പാട്ടില് അതൊക്കെ ഒന്ന് പാടാമോ? ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനിടുന്നു ദൈവം. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇത് നന്നായി. ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കമൻറ്റിൽ തന്നെ ആൾക്കാർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി എവിടെയാണ്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഇടയിൽ കുറേ പേര് എന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടായിരുന്നല്ലേ?
ഇങ്ങനെ മറ്റേ ഗിഫ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയോ? ഇല്ല, വന്നിട്ടില്ലല്ലേ? അങ്ങനെ ഗിഫ്റ്റ് അതിന് ഞാൻ UK-ലാണ്. പിന്നെ കമന്റ്സ് കാണുന്നു, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഓരോരുത്തർ മെസ്സേജ് റിക്വസ്റ്റ് ഒക്കെ അയക്കും. അപ്പം എനിക്ക് ടൈം ഉള്ളപ്പോൾ ഞാൻ മെസ്സേജ് റിക്വസ്റ്റ് ഒക്കെ വായിക്കാറുണ്ട്, പക്ഷെ എനിക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റാറില്ല. ഓക്കെ, അതുകൊണ്ട് നല്ല തിരക്കിലാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത്രയധികം മിസ്സിങ് വരാൻ കാരണം എന്താ? അത് വീട്ടിൽ നിന്ന് അധികം മാറി നിന്നിട്ടില്ലേ? ഇല്ല, വീട്ടിൽ ഞാൻ പഠിച്ചത് തൃശ്ശൂർ തന്നെയാണ്. എൻ്റെ വീടും തൃശ്ശൂരാണ്. ആൾക്കാർക്ക് സ്ഥലം കിട്ടിയിട്ടോ അപ്പോൾ? ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വീട് മിസ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കോളേജിൽ എന്തെങ്കിലും റീസൺ പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിരുന്നേ, മിസ് ചെയ്യുമ്പോൾ വീട്ടിൽ വരും, എന്നിട്ട് ഡേ സ്കോളറെ പോലെ എന്നും പോയി വരും. ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് സ്കൂളിൽ ഇങ്ങനെ നിർബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യം ഡാൻസ് ക്ലാസ്സിൽ പോയി, പിന്നെ മനസ്സിലായ നമ്മുടെ എല്ലാ അങ്ങനെ പിന്നെ പാട്ട് ക്ലാസ്സിൽ പോയി. അപ്പോൾ തോന്നി എന്തൊക്കെ പാടാൻ കഴിവുണ്ടെന്ന് തോന്നി. അപ്പോൾ അത് സ്കൂൾ ഒരു 10th വരെ മ്യൂസിക് തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഓൺലൈനായിട്ട് ഇപ്പം ജോലിക്ക് പോയപ്പോഴും സ്റ്റാർട്ട് ചെയ്തു, അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഈ തിരക്ക് കാരണം കൊണ്ട്. ഓക്കെ, ഇത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള എവിടെ ഇരുന്നാലും ആര് ചോദിച്ചാലും പാടാൻ പറ്റുന്നൊരു പാട്ട് എപ്പോഴും ഉണ്ടാവില്ലേ? നമുക്ക് തുടക്ക ടൈമിൽ എങ്ങനെയായിരിക്കും ആ പാട്ട് എനിക്ക് എവിടെയാണെങ്കിലും ഈസി ആയിട്ട് പെട്ടെന്ന് പാടാൻ പറ്റും, ആര് ചോദിച്ചു അങ്ങനത്തെ ഒരു പാട്ട് ഉണ്ടായിരിക്കില്ല എല്ലാവർക്കും. അത് ഏത് പാട്ടായിരുന്നു? +1 +2 പഠിക്കുന്ന സമയത്ത് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. ഏതായിരുന്നു? കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞ പാട്ട്. അതൊന്ന് പാടാമോ? കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அது எழுதி முடிக்கையில் வார்த்தை முட்டது. ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, உன் தான காயமெங்கும் தன்னாலே ஆறி போன மாயமின்னு புன்மானி புன்மானி, என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காத சிந்தேனி, இந்தன் காதல் என்னவென்றும் சொல்லாமல் இங்கு இங்கே அழகி வந்தது, இந்தன் சோகம் உன்னை தாக்கும் இன்றெம்பும் போது வந்து அழகி நின்றது, மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது, அபிராமி தாலாட்டும் சாமி நான் தானே தெரியுமா. ഞാൻ 6 വരി ചോദിച്ചു, ആ പാട്ട് ഏകദേശം ഫുള്ള് പാടി തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് പാട്ട് പഠിച്ചിട്ടില്ല, നല്ല തിരക്കുള്ള ഡ്യൂട്ടി ടൈമാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഈ പാട്ടും ഇതെല്ലാം കീപ്പ് ചെയ്യാൻ കാണിക്കുന്നതിന് വലിയൊരു നന്ദിയുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. ഇനി കൂടുതൽ ഇപ്പം നമ്മളൊരു എന്താ പറയുക, നമ്മുടെ സ്വന്തം മൊബൈലിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഈ കലാപരമായി ചെലവഴിക്കുന്നത്. ഒരു വേദിയിലൊക്കെ പാടണം എന്ന് ആഗ്രഹമില്ലേ? വേദിയിൽ എൻ്റെ കോളേജിലും സ്കൂളിലൊക്കെ ഞാൻ പാടാറുണ്ട്. പിന്നെ ജോലി കയറി തുടങ്ങിയപ്പോൾ പിന്നെ ടച്ച് വിട്ടു. പിന്നെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഇങ്ങനെ മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഇപ്പോൾ നേഴ്സായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൊതുവേ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചു പോകുന്ന ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് സെനറ്ററിനോട് ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു അവിടെ ചെന്നപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമുക്കെല്ലാം ഈസി ആയിട്ടെല്ലാം? അല്ല, ഈസി ആയിട്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ദൈവാനുഗ്രഹമാണ്. കാരണം കുറേ പേര് ഇപ്പം ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, കുറേ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ജോലി കിട്ടി, അവിടെ സെറ്റിലായി, അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നോർമലി ഒരു മനുഷ്യനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിരുന്നു, ചിലപ്പോൾ നമുക്ക് അവരുടെ ആക്സെന്റ് ഒന്നും മനസ്സിലാവത്തില്ല, അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കണം. പിന്നെ അത് ഓക്കെ ആവും. പിന്നെ ഇപ്പോൾ കംഫർട്ടബിൾ ആണ് എന്തിനോടും. പിന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ
മുഴുവൻ എൻ്റെലി ഡിഫറെൻ്റ് ആണെന്ന് പറയില്ല, പക്ഷെ കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഓ. അപ്പൊ അതിനോട് അഡാപ്റ്റ് ആവണമായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ജർമ്മനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ ലാംഗ്വേജും കോഴ്സൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പോകുന്നത് ഇവിടുന്ന്. ശരിക്കും ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് 100% ഉറപ്പ് വരുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് വന്നു നമ്മളവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പോൾ ഈ ധൈര്യത്തിലാണ് ഇവിടുന്ന് കുട്ടികൾ പലരും കയറി പോകുന്നത്. ചിലർ അവിടെ ചെന്നിട്ട് ഡിപ്രഷൻ ആവുന്നുണ്ട്, ഫുൾ പാനിക്കായി പോകുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും, എവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത്? ഡിപ്രഷൻ ഒന്ന് ഹോം സിക്നെസ് ആയിരിക്കും. രണ്ട് നമുക്ക് ആദ്യത്തിൽ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ഓറിയന്റഡ് ആവണം, അതിന് കുറച്ച് ടൈം എടുക്കും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല അനുസരിച്ചിരിക്കും, ചിലപ്പോൾ അത് ഈസി ആയിരിക്കും, ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകാം. പിന്നെ അതിൽ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്താന്നുണ്ടെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ടീമൊക്കെ ഉണ്ട്. പിന്നെ മലയാളീസ് ഉണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും. അപ്പൊ അവർ പറയും ഞങ്ങൾക്ക് ഇത് തന്നെയാണ്. അപ്പൊ നമുക്കൊരു സന്തോഷമല്ല, നമുക്ക് തോന്നും ഓ ഓക്കെ എനിക്ക് മാത്രമല്ല അങ്ങനെയല്ല, അവരും മീൻസ് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കും പറ്റും. അപ്പൊ അതൊരു മോട്ടിവേഷനാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അത്രയും കൂളായിട്ടിരിക്കുന്നവരാന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവത്തില്ല. പിന്നെ അത്രയും ആഗ്രഹിച്ച് വന്നവരാന്നുണ്ടെങ്കിലും ഒരു എനിക്കറിയില്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. അപ്പൊ എല്ലാവരോടും പറയുന്നതാണ്, ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ അത്ര ഈസി അല്ലെങ്കിലും കുറച്ച് നാൾ പിടിച്ചു തന്നു കഴിഞ്ഞാൽ എല്ലാം ഈസി ആവും. എല്ലാം അങ്ങനെയാണ്. അവിടെയാണെങ്കിലും ഇവിടെ നമ്മൾ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിലും നമുക്ക് ഇനീഷ്യലി കുറച്ച് ട്രബിൾ ഉണ്ടാവും. പിന്നെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നോക്കിയാവും. ഓക്കെ, ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, എന്നാലും ഇതേപോലെ നാട്ടിലൊക്കെ എല്ലാം വിട്ട് മാറി നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? നമ്മൾ അങ്ങനെയുള്ളപ്പോഴും കൂടുതൽ പാടാറ് വീടും നാടും വിട്ടവർക്ക് വേണ്ടി ഇങ്ങനെ കുറെ ഡയലോഗുകളൊക്കെ പറയണേക്കാം. എന്തായാലും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു പാട്ടും കൂടി പാടാം. ഞാൻ സാധാരണ പാട്ട് പാടാറ് ലൈക്ക് ഇന്ന പാട്ട് പാടണം എന്ന് വെച്ച് പ്രിപ്പയർ ചെയ്തിരുന്ന് അങ്ങനെയല്ല പാടാറ്. ഞാനിപ്പോൾ എന്തെങ്കിലും ലൈഫിലെ സിറ്റുവേഷൻ, ഇപ്പം എൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കുന്നവരായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഒരു ബ്ലെസ്സിങ് ഒക്കെ കിട്ടി, അങ്ങനെയൊക്കെ വരുമ്പോ പെട്ടെന്ന് നമുക്ക് അതായത് ഒന്നില്ലെങ്കിൽ നന്ദി പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നന്ദി പറയുന്ന പാട്ടിൽ കൂടി, ഒരാളെ മിസ് ചെയ്ത അതിന്റെ വിഷമം പ്രകടിപ്പിക്കുന്ന പാട്ടിൽ കൂടി, എല്ലാം പാട്ടിൽ കൂടിയാണ്, വേറൊന്നുമില്ല. നമ്മുടെ ഒരു സ്വന്തം സഹചാരി സംഗീതമാണ് ഇപ്പോ. ശരി, ഓക്കെ, ഇപ്പം പറഞ്ഞോളൂ. മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് പറയുമ്പോൾ അതാ കുഴപ്പം, ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഓ അടിപൊളി. ഞാൻ ഓരോന്ന് കഴിയുമ്പോഴും ഇനി അടിപൊളി ഒന്നും പറയുന്നില്ല, എല്ലാം നന്നായിട്ടുണ്ട്, നല്ല വോയിസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ ടൈം കണ്ടെത്തി കുറച്ചും കൂടി പാട്ട് നന്നായി പഠിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതൽ പഠിച്ച് ഇതിൽ തന്നെ ടൈം കിട്ടുന്നില്ല. ഈ അവിടുത്തെ ഡ്യൂട്ടി ടൈം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പറയുമ്പോൾ ആഴ്ചയിൽ 3 ദിവസമുള്ളൂ ഡ്യൂട്ടി, 11.5 hours ആണ് ഡ്യൂട്ടി. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്കൊരു മുടക്ക് കിട്ടിയാലും അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവും, നോർമലി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരാഴ്ച അങ്ങ് കടന്നു പോകും. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇവിടെ ഞാൻ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചേ. അവിടെ 1 year ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. 1 year ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ നമ്മളെ അനുഭവങ്ങളും ഇവിടുത്തെ ആ ഒരു ചുറ്റുപാടും ഹോസ്പിറ്റാലിറ്റിയും ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ചെയ്ത് എന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഡിഫറൻസ് എന്താണ്?
ഡിഫറൻസ് എന്താന്ന് വെച്ചാല് വലിയ ഡിഫറൻസ് എന്നൊന്നും പറയാനില്ല, നമ്മൾ ചെയ്യുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടിയും നമ്മൾ ഫോളോ ചെയ്യാൻ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ലൈക്ക് റൂൾസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ഇന്ന അങ്ങനെ ചെയ്യണം. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡ്യൂട്ടി മീൻസ് അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെതായ എക്സാംസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരെങ്ങനെ തരുന്ന ആ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എക്സാം പാസ്സായെങ്കിൽ മാത്രം നമ്മളെ അവിടെ നേഴ്സായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അത് മീൻസ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് കോളേജിൽ പ്രാക്ടിക്കൽ എക്സാംസ് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ആസ് എ സ്റ്റാഫ് നേഴ്സ് ഓക്കെയാണ്. പിന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ തന്നെ ഇന്റേൺഷിപ്പിന് കയറുമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും, മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട്. അങ്ങനെയൊക്കെ എക്സ്പോഷർ കൂടുതലാണ് അല്ല കറക്റ്റായിട്ട്. എൻ്റെ ഒരു ഡൗട്ടാണ്, ഇത് ചിലപ്പോൾ പലർക്കും ഉണ്ടാവും. ഇപ്പം ഇത്ര അധികം മലയാളികൾ ഇവിടെ നിന്ന് പഠിച്ച് നഴ്സിങ്ങിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് വരുന്നു, ഇപ്പോൾ UK യിലേക്കൊക്കെ വരുന്നു, അവർക്കൊക്കെ ജോലി കിട്ടുന്നു. ശരിക്കും അവിടെയുള്ളവരൊക്കെ അവിടെയുള്ള സ്റ്റാഫുകളും ഇല്ലേ ആ നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട്? പിന്നെ എന്താണ് ഇത്ര അധികം ആളുകൾ? നമുക്ക് എന്താ ഇത്ര പ്രത്യേകത അവർ തരുന്നത്? അവർക്ക് വേണമെങ്കിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞ ഈ ചോദ്യം അവരോട് ചോദിക്കണം. എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഇതെന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ജോലി കിട്ടി, അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനതിൽ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് സന്തോഷിക്കണം. നമുക്ക് സന്തോഷമാണ്. അല്ല, നമ്മളിങ്ങനെ പലരും ആലോചിച്ചിട്ടുണ്ട്, എന്തായിരിക്കും ഇത്ര അധികം ആളുകൾ അങ്ങോട്ടേക്ക് വിളിക്കണമെങ്കിൽ അവിടുത്തെ ആൾക്കാരപ്പോൾ ജോലിക്ക് വരുന്നില്ലേ, അവർക്ക് താല്പര്യമില്ലേ? അവർക്ക് അവരവരുടേതായ റീസൺസ് ഉണ്ടാവും. നമുക്ക് തരുന്ന ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ചോദിക്കേണ്ട ആൾക്കാരല്ല, ഇപ്പൊ ജോലി കിട്ടി 1 വർഷമായിട്ടുള്ളൂ, കുറച്ച് കഴിയട്ടെ. എന്തുകൊണ്ടായിരിക്കും നമുക്ക് എന്താ പറയുക ഇത്ര അധികം ഒരു സ്പേസ് തരുന്നത്? അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്നുണ്ടോ? നഴ്സുമാര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. നമ്മളുടെ ഇവിടെ നിന്ന് പോകുന്ന നഴ്സുമാര് ആയിരിക്കാം, അത് അതൊക്കെ ആയിരിക്കും ജോലിക്ക് എടുക്കുന്ന അവരോട് ചോദിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രൊഫഷൻ എന്തായാലും ഇപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് പോകുന്നല്ലോ. മൊത്തത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എല്ലാം നന്നായിട്ട് പോകുന്നു. അങ്ങനെ തന്നെ ഒരുപാട് മലയാളീസ് ഉണ്ടോ കൂടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് അത്യാവശ്യം മലയാളീസ് ഉണ്ട്. ഈ നമ്മുടെ പലർക്കും പല കഴിവുള്ളവരുണ്ടാവും. ഇപ്പൊ ഇതേപോലെ ഇപ്പൊ സിനിമ പാട്ട് പാടുന്നു, ചിലർ ഇതുപോലെ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ, വരയ്ക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലർ അവരുടെ ലൈഫിലെ ഓരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇതുങ്ങളൊക്കെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അതൊക്കെ മാറ്റി വെച്ചിട്ട് വേറെ ജോലിക്ക് പോകുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടോ? എൻ്റെ ഫ്രണ്ട് നന്നായിട്ട് പടം വരയ്ക്കും. അപ്പോൾ അവളും ഡ്യൂട്ടി കഴിഞ്ഞ് ഒഴിവ് സമയങ്ങളിൽ പടം വരയ്ക്കുന്നതാണ് ഞാൻ കാണാറ്. അപ്പൊ എനിക്ക് മനസ്സിലാവും ഡൈവേഴ്ഷൻ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ്. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോഴും നഴ്സുമാരൊക്കെ ഇങ്ങനെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ വരും. അപ്പൊ കഴിവുള്ള കുറെ പേരുണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലേ? ഓക്കെ, സപ്പോർട്ടുകൾ വരുന്നില്ലേ ഇപ്പൊ ഒരുപാട് കമന്റിൽ കൂടിയും അങ്ങനെ? അതുണ്ട്. ശരിക്കും ഇവിടുന്ന് പോകുമ്പോൾ ഇപ്പൊ നാട്ടിലുള്ള കൊയറിലൊക്കെയാണ് നമ്മൾ പാടിയിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൂടി മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരെ സപ്പോർട്ടുകൾ അല്ലേ, വ്യത്യസ്തമായിട്ട് പല ആളുകളിൽ നിന്നും പല രീതിയിലുള്ള സപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ഞാനതിന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നത്. കാരണം വീട് മിസ് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്ത് വരാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്നാണ് ശരിക്കും പുറത്തിറങ്ങിയേക്കുന്നത്. ഇത് ഞാനൊക്കെ ഒന്ന് ചാടി പുറത്തേക്ക് എറണാകുളത്തേക്ക് വന്ന് എന്താണ്. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കുന്ന അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോയല്ലോ. ഈ ഡിവോഷണൽ സോങ്സ് ഒരുപാട് പാടുന്നുണ്ട്. അതിൽ കമന്റിൽ ഞാൻ കാണുന്നുണ്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്നുണ്ട്. അന്ന് ഞങ്ങൾക്കൊരു ഹിന്ദു ഡിവോഷണൽ പാടിത്തരും, ഈ ശബ്ദത്തിൽ പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്, മുസ്ലിം ഡിവോഷണൽ പാടിത്തരും എന്നൊക്കെ. അന്ന് വേറൊരു ഹിന്ദു ഡിവോഷണലോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ? എക്സാമിന്റെ ടൈമിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കൂലോ, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുന്നേറ്റ് റെഡിയാവുമ്പോൾ എഴുന്നേക്കുന്നത് ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ ദൂരെയുള്ള അമ്പലത്തിലെ പാട്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ വാങ്കുവിലൊക്കെ കേട്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പഠിച്ചിങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ ഈ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ വീണ്ടും പഠിക്കണമല്ലോ എന്ന് ആലോചിച്ച് തിരിച്ചു വരാം. അപ്പൊ എൻ്റെ ആ ഒരു സ്കൂൾ ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം എന്ന് പറയുമ്പം എനിക്കിങ്ങനെ കുറെ പാട്ടുകൾ ഇങ്ങനെ ഓർമ്മകളുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു
ഡിവോഷണൽ സോങ് ആണ് ഇത്. ശരി. ഇതൊരു സിനിമയിലെ പാട്ടാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. ഓക്കെ, പാടാം. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരാണി ജന്മം. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരാണി ജന്മം. എന്തേ നീ കണ്ണ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മുടെ കുറെ മെമ്മറിയിലുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാടുന്നത്. പിന്നെ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ രാവിലെ ബസ്സിൽ ഇങ്ങനെ കുറെ അയ്യപ്പ സോങ്സ് ഒക്കെ വെക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഫീലാണ്, കേട്ടിട്ട് പോകാറുണ്ട്. ഇപ്പൊ പള്ളിയിൽ പോകുമ്പോ കൊയർ പാടുന്ന ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഇപ്പൊ തിരിച്ചു വന്നിട്ട് അവരെ കണ്ടായിരുന്നോ? എനിക്ക് ഇതുവരെ പറ്റിയില്ല. ഞാനിങ്ങനെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണല്ലോ, അവിടെ വേറൊരു ടൈം ഇവിടെ വേറൊരു ടൈം. അപ്പൊ ഉറങ്ങുമ്പോ തന്നെ ഒരു 3 മണിയൊക്കെ ആവും, പിന്നെ എഴുന്നേൽക്കുമ്പോ നേരം വൈകും. അങ്ങനെ പിന്നെ 3 ദിവസമായിട്ടുള്ളൂ വന്നിട്ട് പോണം. ശരി ശരി. ശരിക്കും ഇപ്പുറത്തെ നമ്മൾ ആ ഒരു പഠിച്ച ഇതിലേക്ക് ഒന്നുകൂടി വരികയാണ്. ശരിക്കും മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ? സ്വന്തം ഇഷ്ടപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. എനിക്കിപ്പം ഞാൻ ആദ്യം ക്രൈസ്റ്റില് BSc ഫിസിക്സിന് ചേർന്നായിരുന്നു. എന്നിട്ട് 1 മാസം അവിടെ പഠിച്ചു. അപ്പം ഞാൻ നഴ്സിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗവൺമെന്റിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റിൽ കിട്ടുവാന്നുണ്ടെങ്കിൽ പഠിക്കാം, അങ്ങനെയായിരുന്നു. അപ്പൊ ഗവൺമെന്റിൽ കിട്ടി, പഠിച്ചു. അങ്ങനെ ഇന്നത് പഠിക്കണം അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ജോലി കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണം, റിസ്ക് ഇല്ലാത്ത ഒരു കോഴ്സ് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു ജോലി മാത്രമല്ല, ഒരു സേവനം കൂടിയല്ലേ ഒരു മെഡിക്കൽ ഫീൽഡ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നിപ്പ വന്നു, കൊറോണ വന്നു, നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന മാലാഖമാരെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു മാലാഖ ആവാൻ പറ്റിയതിൽ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതും എനിക്ക് കുറെ, അതായത് ജോലിയുടെ സ്ട്രെസ് ഉണ്ട്. പക്ഷെ പേഷ്യൻസിനൊക്കെ കാണുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല. കാരണം ICUലൊക്കെ ആണെങ്കിൽ ഓക്കെ, ബൈസ്റ്റാൻഡേഴ്സ് കൂടെ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് എപ്പോഴും സ്റ്റേ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടെ UK എന്ന് പറഞ്ഞാൽ കൂടെ ആരും ഉണ്ടാവത്തില്ല. ഇങ്ങനെ പകല് വിസിറ്റേഴ്സ് പോലെ അവർ വന്നു പോകും. അപ്പൊ മൊത്തത്തില് നമ്മളാണ് അവരെ കെയർ ചെയ്യുന്നത്. അപ്പൊ അവരും നമ്മുടെ അടുത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. നമ്മൾ ഇമോഷണലി ചിലപ്പോൾ അറ്റാച്ച്ഡ് ആയിട്ട് പോകും. ശരിക്കും ഈ പ്രൊഫഷണൽ അങ്ങനെ ആവരുത്, പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അല്ല, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല, അതിനേക്കാളും വലിയ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അതും ആസ് എ സർവീസ് നഴ്സിംഗ് കുറച്ച് ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പേഷ്യൻസ് വരുന്നതിൽ ഇപ്പോൾ പലരും ഇപ്പോൾ ഈ ഓരോ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ പലരും ഡെത്തിലേക്ക് വരെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നപ്പോൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വർക്ക് ചെയ്യുന്ന ഡിഫറെൻ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പം ആ സമയത്ത് ലിവർ സിറോസിസ് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം ലൈക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്. പക്ഷെ ചിലർക്കത് നിർത്താൻ പറ്റുന്നില്ല. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അത് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പോലെയാണ്. നമുക്കറിയാം അത് തെറ്റാത്. പക്ഷെ ആ തെറ്റ് നിർത്താന്ന് പറഞ്ഞത്, ഇപ്പോൾ നന്മയിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി ശരിയാ, നന്മ ചെയ്യുന്നു, അത് ഈസി അല്ല. പക്ഷെ തെറ്റി പോയിട്ട് വീണ്ടും തിരിച്ചു വരാന്ന് പറയുന്നത് നന്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കാളും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ടിന്റെ കൂടെ തന്നെ എന്താ മനസ്സിലാക്കി അതല്ലാതെ നമ്മള് തെറ്റ് ചെയ്യുന്നു, ആള് ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നതിലുപരി എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റും. അതെ അതെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ആൽക്കഹോൾ കണ്ടന്റ് ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരാൾക്ക് നോർമൽ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മെയിൻ ആയിട്ട് ബാധിക്കൽ ലിവറിനെയാണ്. പിന്നെ പയ്യെ ഓരോ സിസ്റ്റവും ഡൗൺ ആവും. വീണ്ടും കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോ സിസ്റ്റം ഡൗൺ ആണ്. ഇതാരാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കമന്റിൽ. ഈ കുട്ടി എവിടെയുള്ളതാണ്, കുട്ടി എന്താണ്, ശരിക്കും എന്താണ് ഫാമിലി ലൈഫ്, ആരൊക്കെയുണ്ട്?
എനിക്ക് ചേച്ചി മെയിൻ ആയിട്ട് അറിയേണ്ടത് കല്യാണം കഴിഞ്ഞോ കല്യാണം ആവോ ഇതൊക്കെയാണ് പലർക്കും അറിയേണ്ടത്. അതൊരു ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുത്തേ. കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പോരട്ടെ. കല്യാണം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളല്ല, കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കല്യാണം എന്തെങ്കിലുമൊക്കെ കഴിക്കും. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിർബന്ധിച്ചു തുടങ്ങിയോ? വീട്ടില് നിർബന്ധിക്കുക ഓൾറെഡി ഫിക്സ്ഡ് പോലെയാണ്. അപ്പോൾ കല്യാണം ഓൾറെഡി ഫിക്സ് ആയ പോലെയാണ്, തീർന്ന് പോയി കഴിഞ്ഞ്. ഓക്കെ. കവറ്റിട്ട ചേട്ടന്മാരൊക്കെ പലരും വിഷമിക്കാൻ പോകുന്നു. അടുത്ത് പറയും. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നല്ലത്. പിന്നെ ചേച്ചിയാണുള്ളത്, അമ്മച്ചപ്പനാണ്. അമ്മച്ചപ്പനൊക്കെയാണ്. എല്ലാവരും നാട്ടിലാണ്. ഇപ്പൊ സെനിറ്റ് മാത്രമാണ്. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? എന്താണ് ആഗ്രഹം എന്ന് പറയുമ്പോ റിലാക്സ്ഡ് ആയിട്ടൊരു ലൈഫ് നയിക്കാന്നുള്ളത്. അത് തന്നെയാണ്, സമാധാനത്തോടെ എവിടെയെങ്കിലും ജീവിക്കുക. ഇനി നാട്ടിലാണോ അല്ലെങ്കിൽ അവിടെ തന്നെയാണോ? അവിടെ ആയിരിക്കും. അങ്ങനെ അറിയില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. പലരും ഇവിടുന്ന് പോയിട്ട് അവിടെ തന്നെ ഇങ്ങനെ സെറ്റിൽ ആവുന്നു. ഇനിയിപ്പോൾ കുട്ടികളുണ്ടായ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് മാറുന്നുണ്ട്. അതെന്തുകൊണ്ടാ? ഞാനിവിടെ പഠിച്ചിട്ട് അവിടെ പോകുമ്പോൾ എനിക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ? അതുപോലെ തന്നെ അവിടെ ജനിച്ചു വളർന്ന പിള്ളേർക്കും ഇവിടെ വന്ന് അഡാപ്റ്റ് ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവിടെ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടായിരിക്കാം പലരും വരാത്തത് തോന്നുന്നു. പിന്നെ അവിടെ കുറച്ചും കൂടി ഇവിടെ ഉള്ളതിനേക്കാളും എന്താ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നവർ അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ നോക്കും. ഓക്കെ. നാട്ടിൽ നിന്ന് പോയപ്പോ ഫാമിലി അല്ലാതെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ്? ഞാൻ കൊയറാണ് മിസ് ചെയ്തത്. ഞാൻ ഈവൻ സ്വപ്നം വരെ കാണുമായിരുന്നു എന്ത് നാട്ടിൽ വന്നിട്ട് പള്ളിയിൽ പാട്ട് പാടുന്നതൊക്കെ. എന്നിട്ട് ഇപ്രാവശ്യം വന്നപ്പോ പാടിയായിരുന്നു? ഇല്ല, ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. ഞാൻ ഈ രണ്ടാഴ്ച പോയി, പക്ഷെ ഞാൻ എന്റെ പള്ളിയിലല്ല പോയത്. ഓക്കെ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പള്ളിയിലൊക്കെ പോയി പഴയ പോലെ ഒന്ന് കേരളത്തിലൊക്കെ ഒന്ന് പാടാൻ. അപ്പോൾ എന്തായാലും ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം സമാധാനത്തിൽ എവിടെയെങ്കിലും ജീവിക്കുന്നതാണ്. ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാം നന്നായി പോകുന്നു. പാട്ടൊരിക്കലും നിർത്തരുത്, കാരണം ഇത് ഞങ്ങളുടെ റിക്വസ്റ്റാണ്. നല്ല കഴിവുണ്ട്, നല്ല ശബ്ദമാണ്, പാടാനുള്ള ഒരുപാട് നല്ല കഴിവുണ്ട്. അപ്പോൾ ഇതായിട്ട് മുമ്പോട്ട് പോകണം. ഈ ഒരു തിരക്കിനിടയിലും അതിനൊരു സമയം കണ്ടെത്തുന്നത് വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉറപ്പായിട്ടുണ്ടാവും. നമുക്ക് ഒരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെ പാടി. കഥമൊഴിയായി പാടാം നിൻമോഹഗാനം മന്ദാരത്തിൻ കുരങ്ങേ. കഥമൊഴിയായി പാടാം നിൻമോഹഗാനം എന്നോമൽ പോൽ നിലവേ. നീ കൺമണിയല്ലേ മണിമുത്തല്ലേ വിൻകനവേ. എന്താ ഇതിന് കുഴപ്പം? നന്നായി പാടിയില്ലേ? നന്നായി പാടിയാലും ടെൻഷൻ, തെറ്റിയാലും ടെൻഷൻ, മൊത്തത്തിലൂടെ ടെൻഷനാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് തന്നെ പോവുക. ഇനി വലിയൊരു ഗായികയായി. ഇരിയാലക്കുട അല്ലേ വീട്? ഇരിഞ്ഞാലക്കുട ഞാൻ അറിയാൻ വേണ്ടി പറയുന്നത് ശരിക്കും കാട്ടൂർ കരാഞ്ചിരിയാണ്. കാട്ടൂർ അറിയപ്പെടട്ടെ സെനിറ്റയുടെ പേരിൽ. ഈ കലാകാരിയുടെ നാടാണെന്ന് അത്രയും ഉയരത്തിലേക്ക് എത്തട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് ആശംസകൾ നേരെയാണ്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങളുടെ ടീമിൻ്റെയും എല്ലാവരുടെയും ഒക്കെ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ ഉണ്ടാവും. താങ്ക് യു.